നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വരുത്തിവെച്ച തീരാ നഷ്ടങ്ങളിൽ നിന്ന് പ്രവാസികൾ ഒരുവിധമൊന്ന് കരകയറി വരികയാണ്. അതിനിടയിൽ വീണ്ടും പ്രവാസികളെ ആശങ്കയിലാക്കി ഗൾഫ് രാജ്യത്ത് കോവിഡിന്റെ പുതിയ ഉപവകഭേദം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒന്നിൽ കൂടുതൽ കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഖത്തറിൽ കോവിഡിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചതോടെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡിന്റെ പുതിയ വകഭേദമായ EG5 ആണ് ഖത്തറിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പനി, വിറയൽ, ദേഹവേദന, നെഞ്ചുവേദന, ചുമ തുടങ്ങിയവയാണ് പുതിയ വകഭേദത്തിന്റെ ലക്ഷണങ്ങൾ. സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്നും അധികൃതർ വെളിപ്പെടുത്തി. രജിസ്റ്റർ ചെയ്ത കേസുകൾ ഗുരുതരമല്ലെന്നും ഈ ഘട്ടത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം വിശദമാക്കിയിട്ടുണ്ട്. പുതിയ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചില നിർദ്ദേശങ്ങളൊക്കെ അധികൃതർ പൊതുജനങ്ങൾക്കായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗുരുതര അണുബാധ പിടിപെടാൻ സാധ്യതയുള്ളവർ മാസ്ക് ധരിക്കണമെന്നും തിരക്കേറിയ സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കൈകൾ വൃത്തിയായി സൂക്ഷിക്കുകയും മറ്റുള്ളവരുമായി സുരക്ഷിത അകലം പാലിക്കുകയും വേണം. കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ പരിശോധനയ്ക്ക് വിധേയമായി ചികിത്സ തേടണം. 60 വയസ്സിന് മുകളിലുള്ളവർ, വിട്ടുമാറാത്ത രോഗമുള്ളവർ എന്നിവരിലാണ് രോഗം പിടിപെടാൻ സാധ്യത കൂടുതലെന്നും അധികൃതർ അറിയിച്ചു. COVID-19 ലക്ഷണങ്ങളുള്ള ആളുകൾ അണുബാധ പരിശോധനയ്ക്ക് വിധേയരാകാനും ഗുരുതരമായ സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ ചികിത്സ തേടാനും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. പനി 38 ഡിഗ്രി സെൽഷ്യസിനോ അതിൽ കൂടുതലോ ആവുക, വിറയൽ, ക്ഷീണവും ശരീരവേദനയും നെഞ്ചുവേദനയോടൊപ്പമുള്ള ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണമുള്ളവർ വൈദ്യപരിശോധനയും സാധ്യമായ ചികിത്സാ പ്രോട്ടോകോളും തേടാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഈ മാസം ആദ്യം ലോകാരോഗ്യ സംഘടന EG5 എന്ന് വിളിക്കുന്ന COVID-19 പുതിയ ഉപവകഭേദം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുവരെ ഗൾഫ് മേഖല ഉൾപ്പെടെ 50-ലേറെ രാജ്യങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. EG5 വകഭേദത്തിന് പുറമെ മറ്റൊരു വകഭേദം BA.2.86 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇംഗ്ലണ്ട്, ഡെൻമാർക്ക് എന്നിവയുൾപ്പെടെ പല രാജ്യങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പത്തെ വൈറസിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നിലധികം ജനിതക വ്യതിയാനങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഈ വകഭേദം ഗുരുതരമാകാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.